വയനാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ വിഷുദിനത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് വിഷുവിൻ്റെ ഓർമ്മകൾ? ഈ നാട്ടിൽ വിഷു ആഘോഷം ഉണ്ടാകാം, പിന്നീട് ഡൽഹിയിലേക്ക് മാറിയപ്പോൾ വിഷു ആഘോഷം ഉണ്ടാകാം. ആ ആഘോഷത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? ആദ്യമായി 24-ൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ വിഷു എന്ന് പറഞ്ഞ ഒരു കൈനീട്ടം, അത് ഒരു 50 പൈസയോ 1 രൂപയോ എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ് ചെറുപ്പത്തിൽ. പക്ഷെ പിന്നീട് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഒരു കണി വെക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങളെല്ലാം സാധാരണക്കാരായ കുടുംബങ്ങളാണ്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായൊക്കെ തന്നെ അതൊരു വിഷു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ, പക്ഷേ ഓണം എല്ലാവരും ആഘോഷിക്കുന്നു, എത്ര ഇതായാലും ആഘോഷിക്കുന്ന ഒന്നാണ്. വിഷു കണി എന്ന് പറഞ്ഞാൽ അത് വിഷുക്കണി കണ്ടത് ഞാൻ ഡൽഹിയിലെത്തിയ ശേഷമാണ്. അവിടെ നമ്മുടെ SRPയുടെ കുടുംബവും അതുപോലെ തന്നെ കൊടിയം മാസ്റ്ററുടെ കുടുംബവും ഞങ്ങളുമെല്ലാം ചേർന്ന് അവിടുത്തെ റെസിഡൻഷ്യൽ VP ഹൗസിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഞങ്ങൾ ഫോം ചെയ്തതാണ്. അപ്പോൾ ആ റെസിഡൻസ് എന്നെ മുഴുവൻ, അവിടുത്തെ താമസക്കാരെ മുഴുവനും ഈ വിഷു ദിനത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ കണി എന്ന് പറയുന്നൊരു സംഭവം ഇങ്ങനെയൊന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി നമ്മൾ അന്ന് ഇപ്പം മൺമറിഞ്ഞു പോയ VK മാധവൻകുട്ടിയോടാണ് അന്ന് പറഞ്ഞത്. അദ്ദേഹം രാത്രിയിൽ തന്നെ വന്ന് ഈ കണി ഒരുക്കി വെച്ച്, അങ്ങനെയാണ് ഞാൻ ആദ്യമായി കണി കാണുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിൽ ഞങ്ങൾ അങ്ങനെ നടത്തിയിരുന്നു. എല്ലാവരും വന്ന് ആ VP ഹൗസിലെ താമസക്കാർ, അന്നൊക്കെ മുഴുവനും എല്ലാ റൂമിലും ആളുകളുള്ളൊരു സമയത്താണ്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടില്ല. അതാണ് വിഷുവിൻ്റെ ഒരു ഓർമ്മ. സെക്യുലർ ആഘോഷം കൂടിയാണല്ലോ വിഷു. തീർച്ചയായിട്ടും ഇത് വന്ന് ഏതെങ്കിലും ഇതിൽ ഒരു വിളവെടുപ്പിൻ്റെയും ഒരു സമൃദ്ധിയുടെ ഒരു പച്ചപ്പിൻ്റെയും, അത് വിഷു എന്താണ് വിഷുപക്ഷിയുടെയും അതുപോലെ കൊന്ന ഇതെല്ലാം നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന, അത് ഒരു പക്ഷേ അതാണ് പറയുന്നത്, ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ആഘോഷങ്ങളില്ല എന്നുള്ളതാണ് അതിൽ. പിന്നെ ഇന്ന് പ്രചാരണത്തിന് അവധി നൽകിയിരിക്കുകയാണോ? ഇല്ല, നാളെയും നമുക്ക് വിഷു ആഘോഷിക്കുന്നതിന് വേണ്ടി ഉള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അത്തരം സാഹചര്യത്തിനെല്ലാം എതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയാണ് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് എല്ലാവരുടെയും കൂടി ഒരു ആഘോഷവും ഉത്സവമാണ്. എല്ലാവരും കൂടി നാളെയും ഇവിടെ വിഷു ആഘോഷിക്കുന്നതിന് ഇന്ന് അവധിയെടുക്കാൻ സാധിക്കില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ മക്കൾക്കൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്തു. സാധാരണ എനിക്ക് കൈനീട്ടം ലഭിച്ചിരുന്നത് പോലെ തന്നെ മക്കൾക്ക് കൈനീട്ടം കൊടുത്തു. അതിനുശേഷം ഇന്നും പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് മാനന്തവാടിയിലാണ് എൻ്റെ പ്രചാരണം എന്ന് പറഞ്ഞാൽ കുറേ വ്യക്തികളെ കാണുക, കുറച്ച് സ്ഥാപനങ്ങളിലൊക്കെ പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രചാരണം. അവസാന ലാപ്പിലേക്ക് പ്രചാരണം അടുക്കുകയാണ്. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ റേഷ്യോ കൂടി വരികയാണോ? അല്ല, എൻ്റെ 3-ാം ഘട്ടം പ്രചാരണം തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് 2-ാം ഘട്ടം പൂർത്തിയാവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട്, ആദ്യ ദിവസം എങ്ങനെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചോ അന്ന് എന്നെ അവർക്ക് അത്ര അറിയില്ല. ഞാൻ ഏതോ വിദേശത്തു നിന്ന് വന്ന ആളാണ്, ഏതോ രാജകുടുംബത്തിൽപ്പെട്ട ആളാണ്, അവരുടെ ഭാഷ സംസാരിക്കാത്ത, അവർക്ക് എന്നോട് സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണെന്നുള്ളൊരു പ്രചാരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, അവരോടൊപ്പമുള്ള ഒരാളാണ് എന്ന് മനസ്സിലായതുകൊണ്ട് വളരെ സ്നേഹത്തോടെ, അങ്ങേയറ്റം സ്നേഹത്തോടെയും വലിയ പ്രതീക്ഷയോടെയുമാണ് അവരുടെ ആ മുഖത്തെ പുഞ്ചിരി. ഞാൻ തുടക്കം മുതൽ അതാണ് പറയുന്നത്, ഒരു വലിയ പ്രതീക്ഷയിലാണ് അവരെ വലിയ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു. അവരുടെ പുഞ്ചിരിയും അവരുടെ സ്നേഹവും എനിക്ക് ആത്മവിശ്വാസം തരുന്നു. ഒരു ചോദ്യം കൂടി, സുഷമാ സ്വരാജിൻ്റെ നെറ്റിയിലും അതോടൊപ്പം തന്നെ ബൃന്ദാ കാരാട്ടിൻ്റെ നെറ്റിയിലുമുള്ള അതേ ചുവന്ന പൊട്ട്, ആ പൊട്ട് ഇവിടെയും കാണാൻ പറ്റുന്നത്, ഈ പൊട്ട് എന്തിൻ്റെ പ്രതീകമാണ്? നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി സുഷമാ സ്വരാജ് ഇല്ല. അവരോട് ചോദിക്കാറുണ്ട്, ആനി രാജയുടെ നെറ്റിയിലുള്ള പൊട്ടിൻ്റെ പോലെയാണ് അവരുടെ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലേ. ഇതെൻ്റെ പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു സമരത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ, എൻ്റെ അവകാശത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം നടത്തുന്നതിനല്ലോ എതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. അത് ഞാൻ ചെറിയ UP സ്കൂളിൽ പഠിക്കുമ്പം തുടങ്ങിയതാണ്. അന്നും ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കറുത്ത ഒരു പൊട്ട് കുത്തുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ പൊട്ട് കുത്തിക്കൊണ്ട് പോകുമ്പോൾ, ഞാൻ വലിയ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള, എൻ്റെ അമ്മച്ചിയുടെ വീട്ടുകാരെന്ന് പറഞ്ഞ കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ ഉള്ള വീടാണ്. അമ്മച്ചിയുടെ സഹോദരന്മാരും അവരൊക്കെ ആയിട്ടുള്ളത്. അപ്പം എൻ്റെ അമ്മച്ചിയുടെ മൂത്ത സഹോദരി ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരെൻ്റെ എന്നെ കണ്ടപ്പം പൊട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു വടി ഓടിച്ചിട്ട് എന്നെ പിടിച്ചു നിർത്തി അടിച്ചു. നീ കുടുംബത്തിൻ്റെ മാനം കെടുത്താൻ നടക്കുവാണ്, ഇങ്ങനെയാണോ നമ്മളൊക്കെ നടക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ആ അടിയാണ് എന്നെ പൊട്ട് വലുതാക്കാൻ
പ്രേരിപ്പിച്ചത്. സാന്ദർഭികമായി ചോദിച്ചതാണ്. ആ. എന്തായാലും വിഷു ആഘോഷം ഗംഭീരമാവട്ടെ, അപ്പം പ്രചാരണവും ഗംഭീരമാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വിഷുവിൻ്റെ മംഗളാശംസകൾ. നാളെയും നമുക്ക് ആഘോഷിക്കണം, അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഓക്കെ. എന്തായാലും വിഷു ദിനത്തിലും പ്രചാരണത്തിന് അവധിയില്ല LDF സ്ഥാനാർത്ഥിക്ക്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.